ജൂലൈ 5 നമ്മൾ ബഷീർ ദിനമായിട്ട് ആചരിക്കുന്നു. ബഷീർ ദിനം ആചരിക്കുന്നത് ആളുടെ ബർത്ത്ഡേ ആണോ? പിന്നെ ബർത്ത്ഡേ ദിവസമല്ലേ നമ്മളൊക്കെ ആഘോഷിക്കാറ്? ബഷീറിന്റെ ബർത്ത്ഡേ ദിവസമാണോ നമ്മൾ നാളെ ആചരിക്കുന്നത്? അല്ല, പിന്നെന്താ? ഇവിടെ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് അറിയാം അദ്ദേഹം എഴുതിയ പുസ്തകങ്ങളെ പറ്റിയിട്ട്. എങ്ങനെയുള്ള പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ടായിരുന്നു? കുറെ ഉണ്ട്, നിങ്ങൾക്കൊക്കെ അറിയാലോ. തയ്യാറായോ നിൽക്കല്ലേ എല്ലാവരും? ഓക്കെ, മതിലുകൾ എന്ന് പറയുന്നുണ്ട്. പിന്നെയോ പാത്തുമ്മയുടെയാണ്. പിന്നെയോ ഇവിടെ കുറച്ച് കഴിയുമ്പോ പാത്തുമ്മയും ആടൊക്കെ വരുന്ന എനിക്ക് തോന്നണം. ഇവിടെ വേഷം ധരിച്ച് നിൽക്കുന്ന ആൾക്കാരെ കണ്ടിട്ട് എന്താ തോന്നുന്നത്? പാത്തുമ്മയും ആടൊക്കെ നിങ്ങൾക്ക് ഇപ്പൊ കാണാൻ പറ്റും. പണ്ടുണ്ടായിരുന്നതാ ഇപ്പോഴും വരും അല്ലേ? ഗുഡ് മോർണിംഗ് ഡിയേഴ്സ്. വന്നിട്ടുണ്ടായിരുന്നു, നിങ്ങളോട് സംസാരിക്കാനൊക്കെ പറ്റിയിരുന്നില്ല. അപ്പൊ ഇന്നൊരു വിശേഷ ദിവസമായിട്ട് നിങ്ങൾ ആഘോഷിക്കുകയാണ് അല്ലേ? പക്ഷെ നാളെയാണ് ബഷീറിന്റെ പിറന്നാളാണോ? ഓർമ്മദിനാണ് അല്ലേ? എന്താണ് പോസ്റ്ററൊക്കെ ഉണ്ടല്ലോ. ടീച്ചർമാര് പറഞ്ഞോ കൊണ്ടുവരാൻ? പോസ്റ്ററിൽ നോക്കിയപ്പോ ആരാണ് ബഷീർ മനസ്സിലായോ? ബഷീർ അതൊരു പേരുണ്ട്, വേറൊരു പേരുണ്ട്. വൈക്കം മുഹമ്മദ് ബഷീർ. ഓക്കെ, ബാല്യകാല സഖിയും ശബ്ദങ്ങൾ മതിലുപോലുള്ള കഥകളും പാത്തുമ്മായുടെ ആടിൻമേടുകളൊക്കെ ഞങ്ങൾ കേകിയോ. മജീദ് സുഹറ ആനവാരി പൊൻകുരിശ് തോമയും എട്ടുകാലി മമ്മൂ ഞങ്ങനെ എത്ര പേരുടെ കഥകള്. ആഖ്യാഖ്യാതങ്ങളില്ലാതൊത്ത നാടൻ ഭാഷയിൽ ഏറെ നമ്മളെ ചിന്തിപ്പിച്ചും ചിരിപ്പിച്ചും കരയിച്ചും കഥകളാലേ ദുനിയാവു സുവർഗമാക്കിയ സുൽത്താൻ ജീവിതം മറു കഥകളായി മൊഴിഞ്ഞ ബേപ്പൂർ സുൽത്താൻ. മലയാള തറവാട്ടിലുണ്ടു നല്ലൊരു സുൽത്താൻ. കഥകൾ കൊണ്ടൊരു കോട്ട കെട്ടി കൽബിലേറിയ സുൽത്താൻ. പാറ്റയും പഴുതാരയങ്ങനെ ജീവജാലങ്ങളാകെയും ഭൂമി തന്നവകാശിയെന്നൊരു പാഠമോദിയ സുൽത്താൻ. എത്ര രസമായി കഥകൾ ചൊല്ലി മറഞ്ഞു പോയൊരു സുൽത്താൻ. കഥകൾ കൊണ്ടൊരു കോട്ട കെട്ടി കൽബിലേറിയ സുൽത്താൻ. എത്ര രസമായി കഥകൾ ചൊല്ലി മറഞ്ഞു പോയൊരു സുൽത്താൻ. കഥകൾ കൊണ്ടൊരു കോട്ട കെട്ടി കൽബിലേറിയ സുൽത്താൻ. കഥകൾ കൊണ്ടൊരു കോട്ട. വൈക്കം മുഹമ്മദ് ബഷീർ മരിച്ചിട്ട് ഇന്നേക്ക് 34 വർഷം തികയുന്നു. മലയാള സാഹിത്യത്തെ നൂതനമായ ശൈലി കൊണ്ടും ഭാഷാപ്രയോഗം കൊണ്ടും മലയാളി മനസ്സിലേക്ക് ചേക്കേറിയ വ്യക്തിയാണ് ബഷീർ. രസകരവും സാഹിത്യകരവുമായിരുന്നു ബഷീറിന്റെ ജീവിതം. സാധാരണക്ക് തന്നെ അദ്ദേഹത്തിന്റെ രചനാരീതി ബഷീറിൻ ശൈലി എന്ന് അറിയപ്പെട്ട മണിമുകൾ, പത്തുനുകാട്, മൈതാന സംഗീത്, പൂവമ്പഴം എന്നിവ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. സേനാനിയുമായിരുന്ന ബേപ്പൂർ സുൽത്താൻ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്ന ഇന്ത്യ ഗവൺമെന്റ് അദ്ദേഹത്തെ പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ചു. കുടുംബ ബന്ധങ്ങളുടെ സവിശേഷമായ സൗന്ദര്യവും സംഗീതവുമാണ് ഈ നോവൽ. കൂട്ടുകാർ ഇത് വായിക്കാൻ മറക്കരുത്. നന്ദി. ഈ മതിലുകൾ, ജന്മദിനം,
എല്ലാമാണ് ബഷീറിന്റെ കൃതികൾ. മകളുടെ കഥാപാത്രമായ സൈനബ. എന്റെ ബാപ്പയെ നിങ്ങൾക്ക് അറിയാമോ? എന്റെ ബാപ്പ വലിയ മുച്ചിട്ടുകാരനാ. ഞാന് ഒറ്റക്കണ്ണൻ പ്രാക്കർ എന്നാണ് പേര്. പേര് പറഞ്ഞില്ലല്ലോ. നാരായണൻ. സുന്ദരമായ പേര്. വയസ്സോ? 22. സുന്ദരമായ വയസ്സ്. എനിക്കൊരു റോസാച്ചെടി തരുമോ? നാരായണിക്ക് എങ്ങനെ അറിയാം ഇവിടെ റോസാച്ചെടി ഉണ്ടെന്ന്? കഥ പറഞ്ഞ് കഥയില്ലാ ലോകത്തെ രാജകുമാരനായ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പൂവൻ പഴം എന്ന നോവലിന്റെ ചെറിയൊരു ഭാഗമാണ് ഞങ്ങൾ ഇന്ന് അവതരിപ്പിക്കാൻ പോകുന്നത്. ഞാൻ ജമീല ബീബി. അബ്ദുൽ കലാം സാഹിബ്. ജമീല, നമ്മൾ ഇറങ്ങാണ്. ഈ പാലൊന്ന് കുടിച്ചിട്ട് പോ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. വേലക്കാരിയുടെ കാര്യമാണോ? അത് നമുക്ക് ശരിയാക്കാം. അതൊന്നല്ല, PA വരെ പഠിച്ചിട്ട് അടുക്കളയിൽ ജോലി ചെയ്യാനാണല്ലോ എന്റെ യോഗം. അതൊന്നല്ല, എനിക്ക് ഒരു പൂതി. എന്റെ കുഞ്ഞിന് എന്താ പൂതി? സ്വർണ്ണമാല, പട്ടുസാരി, കാട്ടിൽ പോയി സിംഹത്തിന്റെ കൂടെ കൊണ്ട് മോതിരം ഉണ്ടാക്കി തരണോ? അതൊന്നും വേണ്ട, എനിക്കൊരു പൂവൻപഴം തിന്നാൻ ഒരു പൂതി. ആ അടിമയെല്ലാം കൊടുത്ത പെണ്ണെ. നമ്മളാരും പള്ളിയിലെടുക്കുന്നുണ്ടാവും, ഭക്ഷണം കൊടുക്കാം. ആ എന്നാ ഇത് കൊണ്ടായിക്കോട്ടെ. ആ അനിമ, എന്റെ പെണ്ണുണ്ടായിരുന്ന പേരെന്താ? നല്ലോണം വളർന്നിട്ടുണ്ടല്ലോ, ഇതാണ് ഒന്നത് പേര്. എല്ലാവരും ഉണ്ടല്ലോ, ഒന്നും വളർന്നിട്ട് ചെയ്താലേ. ആദ്യം കഞ്ഞോളം കൊടുത്തിരുന്ന പറഞ്ഞോളൂ, ഇപ്പൊ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ. എന്റെ അടിഞ്ഞ് പറ്റോട്ടെ, എല്ലാവരും എന്റെ പിന്നാലെ നടക്കും. അപ്പൊ കാണിച്ചില്ലേ? എഴുത്തു സുൽത്താനല്ല. അറിയോ? ആർക്കെങ്കിലും ശ്രദ്ധിച്ചിരുന്ന പ്രസംഗം പറഞ്ഞപ്പോ? അറിയോ? അറിയുന്നുണ്ടെങ്കിൽ കൈ പൊന്തിച്ചാൽ മതി. ആ പറഞ്ഞു. അക്ഷരങ്ങളുടെ സുൽത്താൻ എന്നും ആരറിയപ്പെടുന്നു? വൈക്കം മുഹമ്മദ് ബഷീർ അറിയപ്പെടുന്നു. ജീവജാലങ്ങളാകെയും ഭൂമി തന്നവകാശിയെന്നൊരു പാഠമോദിയ സുൽത്താൻ എത്ര രസമായി കഥകൾ ചൊല്ലി മറഞ്ഞു.